ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സഫാരി പാർക്കിലോട്ടാണ് കേട്ടോ. അതൊരു ക്വിക്ക് ആയിട്ടുള്ള വീഡിയോ ആണ്. പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നി. ലിവർപൂളിലുള്ള നോസ്ലെ എന്ന് പറഞ്ഞൊരു പ്ലേസിലെ സഫാരി പാർക്കിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്നല്ല, എനിക്ക് തോന്നുന്നു പുറത്തുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി എടുത്തിട്ട് ഡ്രൈവ് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അനിമൽസിനൊക്കെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. പക്ഷേ അതിൻ്റെതായ സേഫ്റ്റീസൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ ഇറങ്ങി. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യാത്തത്. നമുക്കൊരു ലീഫ്ലെറ്റും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തു കേട്ടോ. Okay. Okay. Thank you. നമ്മളെങ്ങോട്ട് പോകുന്നേ? നമ്മള് എലിഫന്റിനെ കാണും, ടൈഗറിനെ കാണും, മങ്കീസിനെ കാണും. തുമ്പി, ആർ യു എക്സൈറ്റഡ്? എന്ത് എക്സൈറ്റ്മെന്റ് എന്നൊക്കെ ബ്ലോക്ക് ആവുണ്ടോ? ആന്നേ, കുറച്ച് ബ്ലോക്ക്. ഇവിടുത്തെ പാർക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ വെച്ചാ നമ്മളിങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സൂവിനേക്കാളും എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് ഇവിടുത്തെ സൂ. നമുക്കിങ്ങനെ കാറിൽ തന്നെ പോകാം കേട്ടോ. അപ്പൊ നമ്മള് കൂട്ടിലും ആനിമൽസ് പുറത്തുമാണ്. അതാണ്. അതെ, നമ്മുടെ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിയിൽ തന്നെ പോകാം കേട്ടോ. അപ്പൊ ആനിമൽസ് പുറത്തും നമ്മള് കൂട്ടിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടത്തെ പാർക്കില്. സൂ. എന്റെ ഒറ്റ ഓൺ റിസ്ക് എന്ന് പറഞ്ഞേക്കണോക്ക്. നോ സ്പീഡിങ്, നോ പെറ്റ്സ്. കണ്ടോ, നമ്മൾ എത്ര ദൂരം പോണോ ഇനി? 1 മണിക്കൂറോളം. ഫസ്റ്റ് നമ്മള് ക്യാമലിനെ കണ്ടുകൊണ്ടാണ് ആരംഭം. നല്ല തുമ്പി കണ്ടോ? ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ നോക്കണേ. ഡോങ്കി അവിടെ കാണുന്നില്ല, വ്യൂ കാണുന്നില്ല. ഡോങ്കീസ് കണ്ടിട്ടുണ്ടോ? സിംഹത്തിന്റെ വാരനെ വെച്ച് കൊടുക്കണം ഫീഡ് ചെയ്യാനായിട്ട്. രസമായിരിക്കില്ല, നമ്മളെ ഫീഡ് ചെയ്യേണ്ടെന്ന് അവര്. തുമ്പി ജസ്റ്റ് ലുക്ക് ദേർ. അതാരച്ചത് എന്തുവാ സംഭവം? കലമാനോ കസ്തൂരിമാനോ എന്താണെന്ന് തോന്നുന്നു. എന്തോ ഒരു ടൈപ്പ് ഓഫ് മാൻ. തുമ്പി ലുക്ക് അറ്റ് ദേർ. എന്താ തോന്നുന്നുണ്ട്, ഇനി അറിയണത് പറഞ്ഞത്. കണ്ടോ? ഇഷ്ടായോ? സ്കൂൾ ബസ്സല്ല, സഫാരി പാർക്കിന്റെ ബസ്സാണ് കേട്ടോ. നമുക്ക് ഈ സഫാരി പാർക്കിന്റെ ബസ്സിലും ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. നോക്കി തുമ്പി, കലമാന് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നോക്ക് ഇവിടെ look out there. No.
ഇത് ചെക്കനൊന്നും അറിയാണ്ടിരിക്കുന്നു. നോക്കി, അയ്യോ കരയാൻ തുടങ്ങി. അമ്മ എടുക്കാടാ, കുഞ്ഞിനെ എടുക്കണോ? ഹിപ്പോപ്പൊട്ടാമസ് ആണ്. ഹിപ്പോ ഹിപ്പോ അല്ല തുമ്പി, ഇത് റിനോ, കണ്ടാമൃഗം. തുമ്പി കാർട്ടൂൺ കാണുമ്പോ ഇങ്ങനെ വടി എറിയുമ്പോ ഒരു സാധനം ഒന്ന് കടിച്ചു പിടിക്കില്ലേ? മങ്കീര എലിഫന്റിന്റെ കാർട്ടൂണില് അതാണത്. ജംഗിൾ ബീറ്റ്സിൽ കാണാറില്ലേ? മങ്കീര് വടി എടുത്ത് എറിയുമ്പോ ഒരു കണ്ട മറ്റേ റിനോ വന്നിട്ട് കടിക്കണത്. ആ റിനോ എന്നിട്ടത് എന്താ എന്താ റൈനോട്ടോ. വൈറ്റ് നിൽക്കണ്ടില്ലേ? വൈറ്റ് വലിയ മൃഗം റൈനോ ഒക്കെ തന്നെ കണ്ടാ മൃഗത്തുണ്ട്. Sheep under the black sheep. This is white sheep. The elephant alle rhino. Rhinos. It's already എഴുതി വെച്ചിട്ടുണ്ട്. Baboons will damage your car. No feeding, keep your windows shut. കണ്ട ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുന്നു. മങ്കി ചാടി ഇറങ്ങി. കാറിന്റെ മുകളിലും കാറെല്ലാം ഡാമേജ് ചെയ്യുമെന്നാണ് അവര് പറയണത്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബെൻസിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവിടെ. വേറെ ഒരു സ്ഥലം ഇല്ലാട്ട് അവർക്ക് വണ്ടിയിൽ കണ്ട വണ്ടിയിൽ തന്നെ ഇങ്ങനെ ചെയ്തിരിക്കണം. കുരങ്ങന്മാരൊക്കെ നല്ല കടാകടിയന്മാരാട്ടാ, നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. അതായത് ഒരു ക്യൂട്ടല്ലാത്ത മുഖം അല്ലേ? കാറിലിരിക്കുന്നുണ്ട് തുമ്പി. നമ്മുടെ കാറിന്റെ മുകളിലിരിക്കണോ നമുക്ക് അറിയില്ല. നമ്മുടെ വണ്ടിയിൽ കേറി നോക്കിട്ട് വീണു. വരുന്നതേ മുകളില് തുമ്പി കണ്ടോ? എന്തേലൊക്കെ പറിച്ചെടുക്ക വെച്ചാ ഇല്ല, പറക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വരുന്നുണ്ട് കേട്ടോ. ചുമ്മാ കേറുവാണേ. നിറച്ച് ഇങ്ങനെ നടക്കാണ്. ഇത് വേറൊരു കരടി പോലത്തെ കുരങ്ങൻ. അതൊക്കെ ഫാമിലി ടൂറിന് എന്തായാലും പോണ ചോറിനറിയാ. എല്ലാരും സ്ഥലത്തേക്ക് പോയിട്ടാ ഫുഡ് അടിക്കാറ് സമയം തോന്നിട്ട്. നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഒരാൾ കയറി ഇരിക്കുന്നത്. ഒരാൾ പോയാ ഇറങ്ങിയ എന്താ അവസ്ഥ അവന്റെ?
റേഞ്ച് റോവറിൽ നോക്ക് മൊത്തം കുരങ്ങന്മാരാ. റേഞ്ച് റോവറിന്റെ ഒരവസ്ഥ. അയ്യോ എന്തൊരു തടിയും കുരങ്ങനല്ലേ അത്. നോക്കി നമ്മുടെ വണ്ടി ചന്തം പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു അവർക്ക്. അയ്യോ ദേ ഇരിക്കുന്നു നമ്മുടെ ആൾക്കാർ. ഇവരെ കാണാനാണ് മെയിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ കേട്ടോ. സിംഹം, പുലി ഇവരൊക്കെ കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടം. ഇവരുണ്ടല്ലോ ഇവരുടെ ലോകത്തായതുപോലെയാണ്. അതായത് ഇവരുടെ ലോകത്തിലേക്ക് നമ്മൾ ഗസ്റ്റിനെ പോലെ വരുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇവർ വെൽക്കം ചെയ്യാനിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കുറച്ച് നേരത്തേക്ക്. ഞങ്ങളിങ്ങനെ ശരിക്കും സ്റ്റക്കായി വണ്ടറായിട്ട് നോക്കിയിരിക്കുമായിരുന്നു ഇവരുടെ ഒരു ഓരോ മൂമെൻറ്റ്സും. ഈ താടിക്കാരൻ സിംഹത്തിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ലുക്കാണ്. അങ്ങനെ സിംഹത്തിനെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന പോലെ എക്സിറ്റ് ഒക്കെ കാണിച്ചു കേട്ടോ. അത് ശരിക്കും എനിക്കൊരു ഒരു ഒരു വിഷമം ഘട്ടമായിരുന്നു. കാരണം സിംഹത്തിനെ മാത്രമേ കണ്ടുള്ളൂ മെയിനായിട്ട് അതിനകത്ത്. അത് പുലിനെയും കൂടെ കാണണമെന്നായിരുന്നു ആഗ്രഹം. അത് കാണാൻ പറ്റാതെ തന്നെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് എക്സിറ്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലയണിനെ കണ്ടോട് കൂടി ഇത് അവസാനിച്ചു കേട്ടോ. പക്ഷെ ടൈഗറിനെ കണ്ടില്ല. ടൈഗർ കാണാതെ അവർ നമ്മളെ പറ്റിച്ചു. അത്യാവശ്യം കുറച്ച് മൃഗങ്ങളും പിന്നെ മെയിൻ ഹൈലൈറ്റ് ലയണായിരുന്നു, കാട്ടിലെ സിംഹം. അപ്പോൾ അതിനൊക്കെ കണ്ടത് ഞങ്ങൾ എക്സിറ്റ് അടിച്ചു. കാർ പാർക്കിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നടന്ന് കുറച്ച് സംഭവം കാണാനുണ്ട്. അങ്ങനെ വളരെ ഒരു 1.5 hours എടുത്ത് പോകാനുള്ളൊരു ഡ്രൈവ്. കുഴപ്പമില്ല. പക്ഷെ ടൈഗറെ കാണാത്ത കാരണം എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്ത് നമ്മൾ തിരിച്ച് പോർട്സ്മൗത്ത് വരെ എത്തണം. കുറച്ചൊരു 4-5 hours ഡ്രൈവ് ഉണ്ട് കേട്ടോ. പുലിനെ കാണാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമത്തിൽ അങ്ങ് കാറും പാർക്ക് ചെയ്ത് ടോയ്ലറ്റും യൂസ് ചെയ്ത് പോവാമെന്ന് വിചാരിച്ച് ഇതിനകത്ത് കയറിയപ്പോഴാണ് ആ കണ്ണിന് കുളിർമയുള്ള കാഴ്ച ഞാൻ കാണുന്നത് കേട്ടോ. കാര്യം നല്ല അടിപൊളി സ്ഥലമായിരുന്നു. കുട്ടികൾക്ക് പറ്റിയ പ്ലേസാണ്. നല്ലൊരു ഫൺ റൈഡ്സും അതുപോലെ ഒത്തിരി കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. തുമ്പിക്ക് എന്താ വേണ്ടേ? തുമ്പി എന്താ വേണ്ടേ? ഓക്കെ. It's okay. ഞങ്ങളുണ്ടല്ലോ ഇവിടെ കാർ പാർക്ക് ചെയ്ത് വന്നപ്പം കുറച്ച് ചിൽഡ്രൻസ് പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ജിറാഫ്, പിന്നെ പുലി, പിന്നെ വേറെ കുറച്ച് ബേർഡ്സും കൂടെ കാണാനുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പ്രാം വെച്ചിട്ട് ഞങ്ങൾ ഇതിന് മുകളിലേക്ക് കയറാൻ പോവാം. അപ്പം അറിയില്ല, ഇതിനകത്ത് എന്തോ കാണാനുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് പോയി നോക്കാം. കുട്ടികളായിട്ട് വരാണെങ്കിൽ അവർക്ക് ബെസ്റ്റ് പ്ലേസ് ആട്ടോ. നല്ല അടിപൊളി മറ്റേ റൈഡ്സ് ഒക്കെ ഉള്ള പാർക്കാണ്. അപ്പം അങ്ങനെ പോയിട്ട് വരാവേ. ഓക്കെ, താങ്ക് യു.
ഇതിനകത്ത് നടക്കുന്നത് സീ ലയൺ ഷോസ് ആണ് കേട്ടോ. അപ്പം സീ ലയൺ ഷോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്യാവശ്യം നിറയെ ആൾക്കാരും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഈ ഒരു ഷോൻ്റെ ഭാഗമായിട്ടിരുന്നു കേട്ടോ. The last of today's sea lion displays here at Moseley. My name's Heather, but as you can see, I've brought two of our boys out to meet you all today, and the first job for these two is water. You got it? Take your time. Good boy. And listening to that helps them pinpoint exactly where the fish and squid are hiding. So their lessons really are very important when it comes to sea lions finding their dinner. And they are that sensitive, they actually know how big a fish is before they stand up on his back flippers instead. And these guys can run a speed of anything, about 10 miles an hour. And they can even use their front flippers to roll themselves over as well, can't they, Roger? Very good. Well, let's do one more and then give him a round of applause. So good. Here we go, there's 1, 2, 3, 4, very good, so they were all pretty easy. So I'm going to turn around, there's 2, there's 3, there's 4, and there's 5. Well done, great example of how mobile these guys are. He's away, will he hit it? Yeah! ഇതാ നോക്കൂ, ഇവരാണ് ആ 2 ധീരന്മാർ. ഇവരുടെ ഷോ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്കും തോന്നിയില്ലേ എന്ത് രസമായിരുന്നു അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നോക്കിയിരിക്കാനല്ലേ? അവരെല്ലാം കഴിഞ്ഞ് ഉല്ലസിച്ച് നീന്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് ഉല്ലസിക്കട്ടെ, എന്നാൽ നമുക്കപ്പോഴേക്കും വേറെ പരിപാടികൾ നോക്കി ഇറങ്ങാം. അങ്ങനെ വീണ്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, നമ്മൾ പുലിയെ കാണാൻ പോകുന്നേ ഉള്ളൂ. പുലി, ജിറാഫ്, പിന്നെ കുറച്ച് ബേർഡ്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, അതിന്റെ പുറകെ ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. അതാ നോക്കൂ, മുറ്റത്തൊരു കരടി. ഒരു കരടി മാത്രം കേട്ടോ ഈ ഒരു ബിയർ കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ടേക്ക് എ വാക്ക് വൈൽഡ് ട്രയൽ. ശരിക്കും ഒരു കാടിൻ്റെ ഒരു അനുഭൂതിയായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം ഞാൻ പോയുള്ളൂ, പിന്നെ എനിക്ക് പേടിയായിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. കണ്ടോ കാട് കാട് പേടിയാവണോ അമ്മയ്ക്ക്? അയ്യോ തുമ്പി, മമ്മയ്ക്ക് പേടിയാവണോ തുമ്പി? ഇതിന് നീക്കാനും പറ്റില്ലല്ലോ. ഇത് വല്ലത് അറിയണ്ട. അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ പുലിനെ കണ്ടുപിടിച്ചു. ഞാൻ അത്രയ്ക്കും ടയർഡായിരുന്നു, പക്ഷെ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് എവിടെ നിന്ന് അത്ര എനർജി വന്നതെന്ന് അറിയില്ല. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുലി നമ്മുടെ തൊട്ടടുത്തിൽ കൂടെ പോകുന്നൊരു സീനുണ്ട് കേട്ടോ. ഇവിടെയും ഈ ഒരു പുലി മാത്രമേ ഉള്ളൂ. മതി, ഈ ഒരു പുലി തന്നെ. എന്തു ഭംഗി അവനെ കാണാൻ. അവൻ്റെ ആ ഒരു ഗാംഭീര്യമുള്ള നടത്തും വലുപ്പവും എന്നെ അങ്ങോട്ട് ആകർഷിച്ച് കളഞ്ഞു കൊച്ചു ഗള്ളൻ. ഹലോ ഹലോ ഹായ്. അടുത്തില്ലേ ഇത് കണ്ടോ, നല്ല രസല്ലേ? ഇതാടുന്നതാ. അയ്യോ അയ്യോ, നടക്കുമ്പോ ആടുന്നതാണ്. അയ്യോ നോക്കി തുമ്പ. അയ്യോ ഇത് കണ്ടോ, ഇതാടുന്നുണ്ട്. പിന്നെ ആടാത്ത പിന്നെ കാര്യക്കണ്ട. പുലീനെ കണ്ട സന്തോഷത്തിൽ കിളി പോയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.